ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് റാൻ ടച്ച് സത്യം മനസ്സിലായി കാണും. സത്യത്തിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന സൂച്ചിങ് അല്ല, അത് സൂച്ചിങ് ആയിട്ട് അഭിനയിക്കുന്ന സംഗ്ലയാണെന്ന്. അതിനുശേഷം അദ്ദേഹവും ഭയങ്കര ദേഷ്യത്തിൽ എന്തുകൊണ്ട് അവൾ സൂച്ചിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് കുറെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും പിടിയിടുന്ന ഒരു കൃഷിസ്ഥലത്തിന് വേണ്ടിയായിരിക്കും അവൾ ഇത്രയും നാടകമൊക്കെ കളിക്കുന്നതെന്ന്. ഇതേ സമയം റാന്റെ സ്റ്റെപ്പ് മദറാണ് എന്തായാലും ഈ പ്രശ്നം കാരണം ഇനി റാൻ ആ പ്രോജക്റ്റ് പോകത്തില്ലെന്ന് പറഞ്ഞ് അവരാണ് സന്തോഷത്തിരിക്കും. പക്ഷെ അതേ സമയത്തായിരിക്കും എനിക്ക് പൈസയുടെ ആവശ്യം വീണ്ടും വന്നുകൊണ്ട് ഞാൻ തിരിച്ചെത്തിന്ന് അറിഞ്ഞ് ഇവർക്കൊരു മെസ്സേജ് വരുന്നത്. അങ്ങനെ ആ നമ്പറിൽ നിന്ന് മെസ്സേജ് ഒന്ന് കണ്ട ഉടനെ ഇവളാണ് ഇവിടെ മൊത്തത്തിൽ പേടിച്ചു പോകും. കാരണം എന്തോ ഒരു സംഭവം മറിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ അതെന്തോ നമുക്ക് പതിയെ മനസ്സിലാകത്തുള്ളൂ. അതേസമയം ഇവിടെ റാൻ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഡേറ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവളൊരു സൂച്ചിങ് എല്ലാം സത്യം കമ്പനിയുള്ള എല്ലാവരും അറിഞ്ഞ പിന്നെ ഇവൾ അവിടെ നിൽക്കുന്ന സീനെല്ലാം ചോദിക്കുമ്പം അവനാണ് സൂച്ചിങ് ആയിട്ട് ഇവൾ ആക്ട് ചെയ്ത ആ കമ്പനിയിൽ കയറിയാലും അതിനുശേഷം ഇവളുടെ സ്കിൽസ് എല്ലാവർക്കും മനസ്സിലായി കാണുന്ന അറിയും. അതുകൊണ്ട് ഇവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ എപ്പോഴും കൂടെ തന്നെ കാണുന്ന അറിഞ്ഞ് ഇവൾക്ക് ധൈര്യം കൊടുക്കും. അതോടെ അവളാണ് സന്തോഷത്തിൽ ഇവനെ വിശ്വസിക്കാന്ന് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടും. അതിനുശേഷം റാൻ സ്റ്റെപ്പ് മദറിന് മെസ്സേജ് അവനാണ് ഇപ്പൊ നേരിട്ട് കാണാൻ വരും. അതിനുശേഷം അയാളും ഞാൻ പൈസ ചോദിച്ചു മെസ്സേജ് അയച്ചാൽ നീ എന്തോ റിപ്ലൈ ഇടാത്തേന്ന് പറഞ്ഞ് ഇവരോട് സംസാരിക്കുമ്പം ഇവള് കുറച്ച് പേടിച്ചുപോയി നീ എന്തിനാ ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞ് അവനെ പെട്ടെന്ന് പോകാൻ വേണ്ടി പറയും. പക്ഷെ അയാളാണ് ഞാൻ ഇവിടുന്ന് പോകണേ, എനിക്ക് കിട്ടാനുള്ള പൈസ എല്ലാം വീണ്ടും കിട്ടണമെന്ന് പറഞ്ഞ് അയാൾ പൈസയ്ക്ക് വേണ്ടി കുറെ സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവളൊരു ഒറ്റ പൈസ പോലും തരത്തില്ലെന്ന് പറഞ്ഞ ഉടനെ അവനും ദേഷ്യത്തി എങ്കിൽ പിന്നെ അന്ന് സംഭവിച്ച ആ കാർ ആക്സിഡന്റ് ഒക്കെ ഞാൻ മൊത്തത്തിൽ പാട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇവളെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. സംഭവം എന്തോ നമുക്കിപ്പോ ഒന്നും പറയുന്നില്ല, എല്ലാവരും ടിസ്റ്റായിട്ടൊന്ന് കീപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കമ്പനി വെച്ചാണ് ചെന്നാണ് സെക്രട്ടറി കാണാൻ വന്നിട്ട് എന്റെ ബോയ് ഫ്രണ്ടിലൂടെ കറങ്ങാൻ നീ സമയം തരത്തില്ലെന്ന് അവന് ലീവ് എടുക്കാൻ വേണ്ടി പറയും. പക്ഷെ സെക്രട്ടറി എനിക്ക് അത്യാവശ്യം ബോസായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവന് പിന്നെ ഡേറ്റിംഗ് പോകാന്ന് പറയുമ്പം ചെന്ന അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവനായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സംഗ്ലയും നിനക്ക് ഷോപ്പിംഗ് പോവാണ് ഞാൻ കൂടാരെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഹെൽപ്പ് ചെയ്ത് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം റാനാണ് യഥാർത്ഥത്തിൽ സൂചിങ്ങിന് മെസ്സേജ് അയച്ച് ഇവരുടെ ഫാമിലി തീരുമാനിച്ചു വെച്ചിരുന്ന ആ കല്യാണം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. പക്ഷെ അവളാണ് ആ മെസ്സേജ് കണ്ടിട്ട് ഇപ്പൊ ഇവനെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വന്നേക്കുക. അങ്ങനെ അവൾ ഡ്രസ്സ് ഒന്ന് അഴുക്കായി പോയെന്ന് അറിഞ്ഞ് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് കയറുമ്പോഴാണ് അതേ കടയിലായിരിക്കും സംഗ്ലയും ചെന്നും കൂടെ ഷോപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സൂചിങ്ങിന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് സംഗ്ലയുടെ ആയിരിക്കുന്നിട്ട് ഇതേപോലെ വേറൊന്നും ഉണ്ടോന്ന് ചോദിക്കും. പക്ഷെ അവിടെ വേറെ സ്റ്റോക്ക് ഇല്ലാത്തോണ്ട് സംഗ്ലയാണെങ്കിൽ പിന്നെ ഇത് വെച്ചോന്ന് അറിഞ്ഞ് അവളുടെ ഞാൻ കൊടുക്കും. അപ്പോഴാണ് ഇതൊക്കെ പുറത്തിരുന്ന് നോട്ടിട്ടോണ്ടിരിക്കുന്ന ഒരുത്തനാണ് സംഗ്ലയാണെന്ന് വിചാരിച്ച് സൂചിങ്ങിനെ കിഡ്നാപ്പ് ചെയ്തോണ്ടുപോകും. കാരണം സംഭവം വേറൊന്നല്ല, റാന്റെ സ്റ്റെപ്പ് മദറിനെ ഒരുത്തൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നതാണ്. അവനെ കില്ലർന്ന് വിളിക്കാം. അവന്റെ ആൾക്കാരാണ് സംഗ്ലയ സൂചിങ് വിചാരിച്ച് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ അവന്മാര് കിഡ്നാപ്പ് ചെയ്ത അവസാനം യഥാർത്ഥത്തെ സൂചിങ്ങിനെയാണ്. ഇതേ സമയം സംഗ്ലയെ കുറിച്ച് അറിയാൻ വേണ്ടി റാന്റെ അച്ഛൻ ആ കൃഷി സ്ഥലത്തേക്ക് വരുമ്പോഴാണ് അദ്ദേഹം അവിടുത്തെ ഫോട്ടോസൊക്കെ കണ്ട് മനസ്സിലാക്കും. അപ്പൊ സത്യത്തിൽ റാനും സംഗ്ലയുടെ കൂടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുവാന്ന്. കാരണം ഇവ രണ്ടും ഒരുമിച്ചെടുത്ത ഫോട്ടോസൊക്കെ അവിടെ ഒട്ടിച്ചേക്കുക. അതേസമയം ആ കില്ലർ ഇവളെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഇവളാണ് പേടിച്ചിട്ട് ലിയോട് സഹായം ചോദിക്കും. അങ്ങനെ സൂചിങ് ആയിട്ട് അഭിനയിക്കുന്ന സംഗ്ലയെ കിഡ്നാപ്പ് ചെയ്യുന്ന പറഞ്ഞ് ഇവൾ ആ വീഡിയോ എടുത്ത് ഇവനാണിക്കുമ്പോഴാണ് ഇവന് സംഗ്ലയാൻ തെറ്റിരിച്ചിട്ട് ഇവന്മാരൊക്കെ എന്തിനാ അവളെ കിഡ്നാപ്പ് ചെയ്തെന്ന് ചോദിക്കും. പക്ഷെ ഇവളാണ് സത്യമൊന്നും പറയത്തില്ല. എന്തായാലും പൈസയ്ക്ക് വേണ്ടി അവന്മാർ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അവളെ ചെന്ന് രക്ഷിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവന് സംശയം വരും അങ്ങനെ അവളെ കിഡ്നാപ്പ് ചെയ്താലും ഇവൾ എന്തിനാ ഫോൺ വിളിച്ച് പറയുന്നതെന്ന്. അതുകൊണ്ട് ഇവൾക്ക് അതുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവനും ഇവളെ സമാനപ്പെടാൻ പറഞ്ഞിട്ട് അവന് പുറത്തുനിന്ന് സംഗ്ലയെ ഫോൺ വിളിച്ച് വെക്കും. പക്ഷെ അവളാണ് ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് ഇവന് സംശയത്തിൽ ഇനി സത്യത്തിൽ അവൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവന് പുറത്തൊരു കടയിൽ ചെന്ന് അവിടുത്തെ സിസ്റ്റം യൂസ് ചെയ്ത് റാന് മെസ്സേജ് ഈ കാര്യം പറയും. അപ്പോഴാണ് അവനാണ് ആ വീഡിയോ കണ്ട് പേടിച്ചുപോയി ഈ വീഡിയോക്കകത്ത് കാണുന്ന സംഗ്ലയാണെന്ന് പറഞ്ഞ് അവന് ടെൻഷനായി അവളെ വിളിച്ചു വെക്കും. പക്ഷെ അപ്പോഴും അവളുടെ ഫോൺ റീച്ച് ആവത്തില്ല. അതുകൊണ്ട് ഇവന് നല്ലോണം പേടിച്ചുപോയി അവളെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങും. പക്ഷെ ഇതേ സമയം സംഗ്ലയും ചെന്നും കൂടെ കൂളായിട്ട് ഇവിടെ നിന്ന് ചെവിയെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഇവ രണ്ടുപേരും ഇവിടെ ഫോൺ എടുക്കാത്ത. പക്ഷെ ഇവളിങ്ങനെ ഫോൺ എടുക്കാത്തോണ്ട് റാൻ ഇവിടെ ഭയങ്കര ടെൻഷനില്ല. അങ്ങനെ അവസാനം അവൻ എങ്ങനെയൊക്കെ ആ സ്ഥലം കണ്ടെത്തി അവര് കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഇവന് മനസ്സിലാവുന്ന ഇത് സംഗ്ലയല്ല വേറെ ഏതോ പെങ്കൊച്ചാണെന്ന്. എന്നാലും അവളെ ഹെൽപ്പ് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതോടെ ഇവൾക്കാണ് റാനെ ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ അവസാനം ക്ലീനിങ് ചെയ്ത് നല്ല ഉറക്കത്തിൽ നിന്ന് ഇവളെ എന്നിട്ട് നോക്കുമ്പോഴാണ് റാന് സെക്രട്ടറി ലീ എന്ന് പറഞ്ഞ് അവര് മൂന്നുപേരും കുറെ പ്രാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളും ടെൻഷനായി റാനെ വിളിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവനാണ് ദേഷ്യത്തിൽ ഇവളിപ്പോ എവിടാന്ന് ചോദിച്ച് മനസ്സിലാക്കി നേരെ അവിടേക്ക് അങ്ങ് വരും. അതോടെ അവന് വിഷമിച്ച് ഓടിച്ചെന്ന് ഇവൾ ഹഗ് ചെയ്ത് ഇവൾ ഫോൺ എടുക്കാത്തോണ്ട് അവ എത്രമാത്രം പേടിച്ചോ എന്നറിഞ്ഞ് അവന് മൊത്തത്തിൽ ഇമോഷണലാവും. അതിനുശേഷം അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോഴാണ് അവനും ഇവൾ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്തോലെ വീടിട്ടുണ്ട് അവൻ ഇത്രയും ടെൻഷനായെന്ന് പറയും. അതിനുശേഷം അവളും ഇനി ഞാൻ ഫോൺ എടുക്കാമെന്നിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടുത്തും. ഇതേ സമയം ലീ ആണ് നേരിട്ട് ആ കില്ലറിനെ കണ്ടെത്തിയിട്ട് ഇവന് അവൾക്കുള്ള പരിചയം എന്താന്ന് അവൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അതിനുശേഷം അടുത്ത ദിവസം റാനു സംഗ്ലയുടെ കൈയും പിടിച്ചോണ്ട് കമ്പനിയിലേക്ക് കയറുമ്പോഴാണ് ഇത് കണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഇവർ കമ്പനി ഫുള്ള് റൊമാൻസ് ആക്കുമല്ലോ എന്ന് പറഞ്ഞ് അವೆല്ലാം ഭയങ്കര ഷൈ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ ആ സ്പീഡിൽ തന്നെ അവന്റെ ഓഫീസിലേക്ക് കയറുമ്പം ഇവന്റെ അച്ഛൻ അവിടെ ഇരുന്നോണ്ട് നിന്നെ സൂചിങ് വിളിക്കണോ അല്ലെ സംഗ്ലയെന്ന് വിളിക്കണോ എന്ന് പറഞ്ഞ്
അദ്ദേഹം ഒരു ഡയലോഗ് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് ഇവളാണ് പേടിച്ചിട്ട് റാൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് ഇവളെ പോകാൻ സമ്മതിക്കാതെ ഇവള് സംഗ്ലയാന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇവൻ അവൾ ഇഷ്ടപ്പെട്ടെന്ന് പറയും. അങ്ങനെ ഈ സത്യം ഇദ്ദേഹത്തിനോട് പറഞ്ഞില്ലെങ്കിലും ഇത് കാരണം ഫാമിലിക്ക് വലിയ ചീത്തപ്പേരൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പോഴാണ് അദ്ദേഹമാണ് ദേഷ്യത്തി നിനക്ക് ഇവളെ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എങ്കിൽ പിന്നെ ആ റിസോർട്ട് പ്രോജക്റ്റ് ഇനി തൊട്ട് നിന്റെ സ്റ്റെപ്പ് മദറെ നോക്കാമോ എന്നറിഞ്ഞ് ആ കോൺട്രാക്ട് എല്ലാം അവരുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി പറയും. ഇത് കേട്ട് ഇവനാണ് അതിന് മിക്കവാറും ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് ജിയാങ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ഇവന്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാന് അവർ കോൺട്രാക്ട് ഇട്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ പ്രോജക്റ്റ് കൈമാറ്റിയ പിന്നെ ഫണ്ടൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ പ്രോജക്റ്റ് അവൻ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് കമ്പനിയിലേക്ക് യഥാർത്ഥ സൂച്ചിങ് വന്നിട്ട് അവളാ സൂച്ചിങ് നിറഞ്ഞ് ഇവരെയൊക്കെ പരിചയപ്പെടും. അതിനുശേഷം സൂചിനെ വിളിച്ചോണ്ട് പോയിട്ട് റാൻ്റെ അച്ഛനാണ് ഒരു 1.5 മണിക്കൂർ സംസാരിച്ചാൽ കൊല്ലും. കാരണം ഇവള് റാനിനെ കല്യാണം കഴിച്ചാല് പിന്നെ ബിസിനസ്സിലൊക്കെ കുറച്ച് വളർച്ച വരത്തുള്ളൂ. അതുകൊണ്ട് ഇവളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കണമെന്ന് അവൻ്റെ അച്ഛൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റാൻ മുമ്പ് ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും മറ്റേ പെങ്കൊച്ച് എന്നെ പോലെ ആക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് അവളിത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. കാരണം എന്തായാലും റാൻ കല്യാണം കഴിക്കാൻ വന്ന് ഇവളെല്ലാം എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനോട് പറയുമ്പം അദ്ദേഹം ഭയങ്കര സന്തോഷത്തി അപ്പൊ എന്റെ മോനെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ രക്ഷിച്ചപ്പോ തന്നെ ഇവള് മൊത്തത്തിൽ വീണുപോയി. അതിനുശേഷം അദ്ദേഹവും ഈ സന്തോഷമായ വാർത്ത നീ എന്നോട് പറഞ്ഞോണ്ട് നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവര് പണിയാമെന്ന റിസോർട്ടിന്റെ ഡിസൈൻ ഇവളാ ചെയ്യേണ്ടതെന്ന് പറയും. അതേസമയം റാൻ സംഗ്ലയെ വിളിച്ചോണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അവളാണ് ഇപ്പൊ എല്ലാവരും കമ്പനി സത്യം അറിഞ്ഞാണെന്ന് പറഞ്ഞ് ഇനി തൊട്ട് അവൾക്ക് സംഗ്ലയായിട്ട് ജീവിക്കാന്ന് പറയും. അങ്ങനെ കള്ളങ്ങളെല്ലാം ഇതോടെ തീർന്ന് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടുമ്പം ഇവനും എല്ലാ കള്ളങ്ങളുടെ പുറയിലും ഒരു പ്രധാനപ്പെട്ട റീസൺ എന്തെങ്കിലും കാണുന്ന പറയും. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ കാണുന്ന പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം കമ്പനി എല്ലാവരും കൂടെ ഇനിയിപ്പോ ഇവള് സൂചിങ്ങാണോ സംഗ്ലയാണെന്ന് അറിഞ്ഞ് ഓരോരുത്തർ സംസാരിച്ചാലും ഇവളുടെ കൂട്ടുകാരിയാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആരായാലും നീ എന്റെ ഫ്രണ്ട് തന്നെയാന്ന് പറഞ്ഞ് ഇവരൊക്കെ അവളെ സമാനപ്പെടുത്തും. അതേസമയം ഇന്ന് ഓഫീസ് വെച്ച് റാനാണ് അവൻ പണിയാമെന്ന റിസോർട്ടിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കുറെ ആർക്കിടെക്ചർ പഠിച്ചവന്മാരെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്നാലും ഇവനത് ആരും തന്നെ ഇഷ്ടപ്പെടത്തില്ല. കാരണം സംഗ്ലയുടെ കൃഷിസ്ഥലം തനിച്ച് മാറ്റി വെച്ചിട്ട് അവൻ പണിയാനാ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ അവ ഉദ്ദേശിച്ച പോലെ പ്ലാൻ ഇവൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുശേഷം അവസാനമായിട്ട് സെക്രട്ടറി ഒരേ ഒരു ഫയൽ മാത്രം മാറ്റി വയ്ക്കുമ്പം ഇവൻ ആ ഫയൽ എന്താ മാറ്റി വെച്ചെന്നറിഞ്ഞ് അതെടുത്ത് അങ്ങ് നോക്കും. അപ്പോഴാണ് അത് വേറെ ആരുമില്ല സൂച്ചിങ്ങിന്റെ. അതിനുശേഷം അവനും ഇതൊക്കെ വർക്ക് വിഷയമായിട്ടില്ലെന്ന് അറിഞ്ഞ് അവളും കൂടെ ഇന്റർവ്യൂ ചെയ്യും. അങ്ങനെ അവളുടെ റെസ്യൂം കണ്ട് അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പം സെക്രട്ടറി ഞാനെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും സൂച്ചിങ്ങിനെ സെലക്ട് ചെയ്യത്തില്ലെന്ന് അറിഞ്ഞ് സംഗ്ലയെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് ഇവളുടെ പ്ലാൻ എല്ലാം കേട്ട് അവൻ ഒത്തിരി ഇഷ്ടപ്പെടും. അതിനുശേഷം വർക്ക് ചെയ്യാൻ ഞാനും താല്പര്യപ്പെടുവാന്ന് അറിഞ്ഞ് ഇവളെ തന്നെ അവൻ ചൂസ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് കോൺട്രാക്ട് എടുത്തോണ്ട് വരാൻ സെക്രട്ടറി വിളിച്ചു പറയുമ്പം ഇവന് ഷോക്കായിട്ട് അത്രയും പെട്ടെന്ന് കോൺട്രാക്ട് സക്സസ് ആയെന്ന് പറഞ്ഞ് അവനൊന്നും മനസ്സിലാവാതെ അകത്തേക്ക് കയറി പോകും. അപ്പോഴാണ് അവൾ അതിലൊക്കെ സൈൻ ഇട്ടിട്ട് എന്തായാലും ഇവ സെലക്ട് ചെയ്യുന്ന മുമ്പേ തന്നെ ഇവന്റെ അച്ഛൻ ഇന്നലെ ഈ പണി ഇവൾക്ക് തന്നെയാന്നറിയും. പക്ഷെ എന്നാലും നേരിട്ടൊന്ന് നിന്നോട് സംസാരിച്ചാലല്ലേ ഇവൻ ഇഷ്ടപ്പെടുത്തുള്ളെന്ന് പറഞ്ഞ് ഇവ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം റാനും ഇന്നത്തോട് സൂചിങ് ഈ പ്രോജക്റ്റിന്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ് അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം അവനും സ്പെഷ്യലായിട്ട് സംഗ്ലയെ ചെന്ന് ഇവളെന്റെ ഒരു സെക്രട്ടറി പോലെയെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അതേസമയം ലീ ആണ് ആ കില്ലറിനെ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്ത് മറച്ചു വെച്ചേക്കും. അങ്ങനെ അവനിപ്പോ ആ കില്ലറിനോട് ഇവന് റാന്റെ ഫാമിലിയും തമ്മിൽ എന്തോ ബന്ധം ചോദിക്കും. പക്ഷെ അവനാണ് ഒന്നും പറയാതിരിക്കുമ്പോഴാണ് ഒരു ശിവനോട് സത്യമൊന്നും പറഞ്ഞില്ല. പിന്നെ സൂച്ചിങ്ങെ കിഡ്നാപ്പ് ചെയ്ത കേസിന് പോലീസ് ഇവൻ അന്വേഷിക്കുന്നുണ്ട്. ഇവൻ തന്നെ സ്ഥലം പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞ് അവൻ ഇവനെ പേടിപ്പിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ പ്രോജക്റ്റിനെ കുറിച്ച് എല്ലാവരും മീറ്റിംഗ് ചെയ്തിട്ട് എല്ലാവരും പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ സംഗ്ലയാണ് അവരോടൊക്കെ നിങ്ങൾ ആ റൂട്ടിൽ പോയി ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ ഓരോരുത്തർക്ക് അഡ്വൈസ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് സൂച്ചിങ് ആണ് ഇവൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് സംഗ്ലയെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം അവൾ തന്നെ സമ്മതിച്ചിട്ട് റാൻ്റെ കൂടെ പുറത്ത് കഴിക്കാൻ പോവാതെ ഇവളുടെ കൂടെ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് റാൻ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന സെക്രട്ടറിയും എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ വഴിയിൽ നിന്ന് മാറാൻ വേണ്ടി പറയും. അങ്ങനെ കുറെ സമയമായിട്ട് ഇവൾ ആ റിസോർട്ടിനെല്ലാം ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ സംഗ്ലയും വിളിച്ചോണ്ട് പോയി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇടയ്ക്ക് റാനും മെസ്സേജ് അയച്ച് ഇവൾ എവിടാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ മലയുടെ മുകളിൽ ചെന്ന റിസോർട്ട് പണിയുമെന്ന സ്ഥലം മൊത്തത്തിൽ കാണാന്നറിഞ്ഞ് സൂചിങ് ഇവൾ അവിടേക്ക് വിളിക്കുമ്പം സംഗ്ലയാണ് ഇനിയിപ്പോ പോയാൽ തിരിച്ചു രാത്രിയാണെന്ന് അറിയും. പക്ഷെ അവളാണ് നീയുള്ളപ്പോ ഞാൻ നിന്നെ പേടിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടേക്ക് ചെല്ലും. ഇതേസമയം കമ്പനിയിൽ നിന്ന് റാനാണ് സംഗ്ലയെ കിഡ്നാപ്പ് ചെയ്യുന്ന പറഞ്ഞ് ആരായിരിക്കും വീഡിയോ അയച്ചെന്ന് പറഞ്ഞ് ഇവനവന്റെ സെക്രട്ടറി അന്വേഷിക്കാൻ വേണ്ടി പറയും. കൂടാതെ സംഗ്ലയ എന്ന് വിചാരിച്ച് സൂചിനെ കിഡ്നാപ്പ് ചെയ്ത ആളും ഏതോ ഒരു സ്ഥലത്ത് പതുങ്ങിയിരിക്കാന്ന് പറഞ്ഞ് പോലീസ് ഇവനെ അറിയിച്ചെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയാണോ അല്ലെ വേറെന്തെങ്കിലും കാരണത്തിന് വേണ്ടിയാണോ സംഗ്ലയെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയെന്ന് ഇവൻ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ ഒരു മല കയറി പോകുമ്പോഴാണ് അവളാണ് ഇതെന്റെ കൃഷിസ്ഥലം എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കും. അപ്പനാണ് സൂചിങ്ങും ഒരു ഇത് കാരണമാണോ ഇവൾ റാനായിട്ട് കുറെ അടുപ്പത്തിലായും ചോദിക്കും. അപ്പൊ
അപ്പോഴാണ് അവൾ അത് കാരണമൊന്നുമല്ല, ഇവർ തമ്മിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ കാരണം ഇവരൊന്നിച്ചെന്നറിയും. ഇത് കേട്ട് അവളാണ് എനിക്ക് പിന്നെ റാൻ ഇവൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പോലും അവൾ റാന്റെ പുറകെ പോകുന്ന നിർത്തത്തിലെന്നറിയും. കാരണം റാൻ ഇഷ്ടപ്പെട്ടിട്ടും അവന്റെ പുറകെ നടന്ന് ശ്രമിച്ചോര് നോക്കാതെ പിന്മാറുന്ന മോശമെന്നറിഞ്ഞ് ഇവള് ശ്രമിച്ചു നോക്കുന്നറിയും. അപ്പോഴാണ് സംഗ്ലിയും അവൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കാതെ അവളുടെ റിലേഷൻഷിപ്പിന് അവൾക്ക് വിശ്വാസമെന്നറിയും. അതിനെ ശിവര് തിരിച്ചു രാത്രിയാകുമ്പോഴാണ് ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി റാനാണ് അവിടേക്ക് വരും. അതേസമയം സംഗ്ലിയെ തെന്നടിച്ച് വീഴാൻ നോക്കുമ്പോൾ സൂച്ചിങ് അവളെ രക്ഷിക്കാൻ നോക്കും. പക്ഷെ അവസാനം അവിടുത്തെ കുഴി ചെന്ന് വീഴുന്ന സൂച്ചിങ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് എനിക്കും താരിട്ട് വരാൻ തെന്നുവെന്ന് പറഞ്ഞിട്ട് അവൾ ആരിലേക്ക് സഹായത്തിന് വിളിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവരുടെ ശബ്ദം കേട്ട് റാനാണ് സംഗ്ലിയേക്കല്ലേ സംഭവിച്ചോന്ന് പറഞ്ഞിട്ട് അവൻ ടെൻഷനെ അവിടേക്ക് ഓടി വരും. അങ്ങനെ ഇവൻ പോയി നോക്കുമ്പോൾ അവിടെ സൂച്ചിങ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് അവളെ രക്ഷിച്ചിട്ട് സംഗ്ലി അവിടെയൊക്കെ പോയെന്നറിഞ്ഞ് അവളും പൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ഇവൻ എന്തൊക്കെ ഫുഡ് ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് മോളെ എന്നറിഞ്ഞ് അവളെ അങ്ങ് സൈലന്റ് ആക്കും. അങ്ങനെ ഇവിടുന്ന് മുകളിലേക്ക് പോയി അവളെ രക്ഷിച്ചോണ്ടിരുന്ന അതേ സമയം തന്നെ ഇവള് ഹെൽപ്പിന് വേണ്ടി താഴേക്ക് പോകുന്നേ ഉള്ളു. അതുകൊണ്ട് ഇനിയും മോൾ ആരെ ഹെൽപ്പിനെ വിളിക്കണ്ടെന്ന് അറിഞ്ഞിട്ട് അവനും പെടുന്ന സൂചിനെ കാറിലാക്കിയിട്ട് ഇവളോട് ദേഷ്യപ്പെടും. ഈ സമയത്ത് നിന്നാരും അവിടേക്ക് പോകാൻ പറഞ്ഞ ഇത് എത്ര ഡേഞ്ചർ ആണെന്നറിയോ, നിങ്ങളുടെ നിലവിളി സൗണ്ട് കേട്ട് എന്തേലും സംഭവിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ മൊത്തത്തിൽ പേടിച്ചുപോയി. എന്നിട്ട് അവന് സ്നേഹത്തിൽ അവളെ കെയർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അകത്തിരുന്ന് കാണുന്ന സൂചിനെ മനസ്സിലാവും ഇനി അവൾ എന്ത് ട്രൈ ചെയ്തിട്ടും ഇവനൊരിക്കലും അവൾ ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന്. അതേസമയം ലീയും പ്രോജക്ട് ഇഷ്യൂ ആയിട്ട് റാൻഡ് അച്ഛനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇവനിട്ടേക്കുന്ന ടൈ കണ്ടിട്ട് ഇതേ സെയിം മോഡലല്ല ഇയാളുടെ ഭാര്യ വാങ്ങിച്ചെന്ന് ഓർമ്മ വരും. അങ്ങനെ അതുകൊണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനും പെടുന്ന ടെൻഷനായി അവന്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചെന്നാന്ന് പറഞ്ഞിട്ട് അവൻ ഐസിന് അവിടെ നിന്ന് മുങ്ങും. പക്ഷെ റാൻഡ് അച്ഛൻ ഭയങ്കര സംശയത്തിൽ ഇനി അവൾ തന്നെയായിരിക്കും വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് അയാളുടെ അസിസ്റ്റന്റ് ഫോൺ വിളിച്ച് അവൾ ഇതുവരെ ഏത് കടയിലൊക്കെ ഷോപ്പിംഗ് ചെയ്തെന്ന് പറഞ്ഞ് അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ റിസോർട്ട് പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ലീ സ്പെഷ്യലായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കും. അങ്ങനെ അതുകൊണ്ട് അവന് റാൻഡ് ഓഫീസിലേക്ക് വന്ന് ഇനി തൊട്ട് ഞാൻ ഈ പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാം പരിചയപ്പെടും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.